Hi students, I am Ansina and in this sections we discuss about physics fourth chapter units and measurements. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എറർ എന്താണെന്നൊക്കെ പറഞ്ഞു. എറർ എന്തായിരുന്നു? നമ്മളൊരു മെഷർമെന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ആക്ച്വൽ മെഷർമെന്റ് എന്ന് വരുന്ന ഒരു ഡിഫറൻസ് ആണ് എറർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എറേഴ്സ് ഒക്കെ പറഞ്ഞിരുന്നു. ഇനി നമ്മൾ എറർ കാൽക്കുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ എറർ അനാലിസിസ് ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ മീൻ വാല്യൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ 4 മെഷർമെന്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു പെന്നിന്റെ ലെങ്ത് മെഷർ ചെയ്യാണ്. 4 വട്ടം നമ്മൾ മെഷർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 4 മെഷർമെന്റ് 4 ഡിഫറെന്റ് വാല്യൂസ് കിട്ടും. ഫോർ എക്സാമ്പിൾ A1, A2, A3, A4. ഇനി നമുക്ക് 4 ഡിഫറെന്റ് മെഷർമെന്റ്സ് ഉണ്ടെങ്കിൽ അതിന്റെ മീൻ വാല്യൂ എന്ന് പറയുന്നത് A1 പ്ലസ് A2 plus A3 plus A4 ഡിവൈഡ് ബൈ എത്ര മെഷർമെന്റ് ഉണ്ട്? 4 മെഷർമെന്റ് ഉണ്ട്. ഡിവൈഡ് ബൈ 4. ഇതാണ് മീൻ വാല്യൂ എന്ന് പറയുന്നത്. അതായത് നമുക്ക് എത്രത്തോളം മെഷർമെന്റ് ഉണ്ടോ അതെല്ലാം ആഡ് ചെയ്തിട്ട് ആ മെഷർമെന്റിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് മീൻ വാല്യൂ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ A1, A2, A3, A4, etc. n number of measurements ഉണ്ട്. ഡിവൈഡ് ബൈ n ചെയ്താൽ നമുക്ക് മീൻ വാല്യൂ അല്ലെങ്കിൽ മീൻ എറർ കിട്ടും. അബ്സല്യൂട്ട് എറർ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മീൻ വാല്യൂ എറർ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മീൻ വാല്യൂ എററിന് ഇൻഡിവിജ്വൽ മെഷർമെന്റ്സും ഡിഫറൻസ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ മൈനസ് ചെയ്യുന്നതാണ് അബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് അബ്സല്യൂട്ട് എററിനെ ഡെൽറ്റ വെച്ചിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യാം. അപ്പോൾ ഡെൽറ്റ A1 എന്ന് പറയുന്നത് A1 എന്ന് പറഞ്ഞ മെഷർമെന്റിന്റെ അബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത് ഡെൽറ്റ A1 എന്ന് പറയുന്നത് A ബാർ എന്ന് പറയുന്നത് മീൻ വാല്യൂ എറർ ആണ്. അതായത് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച എ മീനിൽ നിന്ന് A1 മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് A1ന്റെ അബ്സല്യൂട്ട് എറർ കിട്ടും. അതേപോലെ തന്നെ A2ന്റെ അബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത് എ മീനിൽ നിന്ന് A2 മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടും. ഈ എ ബാർ ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടുപിടിച്ച മീൻ വാല്യൂ ഓഫ് എറർ ആണ്. മീൻ വാല്യൂ ഓഫ് എററിന് ഓരോ മെഷർമെന്റ്സും മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ മെഷർമെന്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള അബ്സല്യൂട്ട് എറർ കിട്ടും. നെക്സ്റ്റ് റിലേറ്റീവ് എറർ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ മീനും അതേപോലെ തന്നെ ഈ ഡെൽറ്റ A1, A2, A3 എന്ന് പറയുന്നതിന്റെ മീനും തമ്മിലുള്ള റേഷ്യോ ആണ് റിലേറ്റീവ് എറർ എന്ന് പറയുന്നത്. ഇനി പെർസെൻറ്റേജ് എറർ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ച എററിനെ പെർസെൻറ്റേജിൽ എക്സ്പ്രസ് ചെയ്യുന്നതാണ് പെർസെൻറ്റേജ് എറർ എന്ന് പറയുന്നത്. മീൻ അബ്സല്യൂട്ട് എറർ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ഡെൽറ്റ A1 പ്ലസ് ഡെൽറ്റ A2 പ്ലസ് ഡെൽറ്റ A3 പ്ലസ് എക്സെട്ര ഡെൽറ്റ AN ഡിവൈഡ് ബൈ എത്ര മെഷർമെന്റ്സ് ഉണ്ടോ അത്രയും മെഷർമെന്റ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മീൻ അബ്സല്യൂട്ട് എറർ കിട്ടും. മീൻ അബ്സല്യൂട്ട് എറർ ഡിവൈഡഡ് ബൈ മീൻ എറർ ചെയ്തതാണ് റിലേറ്റീവ് എറർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഒരു എറർ കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോബ്ലം. Different measurements of time period of an oscillating pendulum are recorded as. നമ്മളൊരു പെൻഡുലത്തിന്റെ ടൈം പീരീഡ് ഒരു 5 വട്ടം മെഷർ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് മെഷർമെന്റ് നമുക്ക് കിട്ടിയത് 2.53 സെക്കൻഡ് ആൻഡ് സെക്കൻഡ് മെഷർമെന്റ് 2.46 സെക്കൻഡ്, 2.32 സെക്കൻഡ്, 2.62 സെക്കൻഡ്, 2.79 സെക്കൻഡ്. ഇങ്ങനെ നമ്മൾ ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് 5 വട്ടം മെഷർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മീൻ വാല്യൂ, അബ്സല്യൂട്ട് എറർ, റിലേറ്റീവ് എറർ, അതുപോലെ പെർസെൻറ്റേജ് എറർ കാൽക്കുലേറ്റ് ചെയ്യണം. ഇനി 5 മെഷർമെന്റ്സിന്റെ മീൻ വാല്യൂ കാണാൻ എന്താ ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 5 മെഷർമെന്റ്സ് ആഡ് ചെയ്യാം. അതായത് 2.53 പ്ലസ് 2.46 പ്ലസ് 2.32 പ്ലസ് 2.62 പ്ലസ് 2.79 ഡിവൈഡഡ് ബൈ നമുക്ക് എത്ര മെഷർമെന്റ്സ് ഉണ്ട്? 5, which is equal to 2.544 ആണ് നമ്മുടെ മീൻ വാല്യൂ ഓഫ് എറർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ 5 മെഷർമെന്റ്സ് ആഡ് ചെയ്തിട്ട് അതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീൻ വാല്യൂ ഓഫ് എറർ കിട്ടും. ഇനി നമുക്ക് ഇതേപോലെ അബ്സല്യൂട്ട് എററും റിലേറ്റീവ് എററും
നമുക്ക് അബ്സല്യൂട്ട് എറർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 5 മെഷർമെന്റ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അബ്സല്യൂട്ട് എറർ നമുക്ക് ഡെൽറ്റ A1, ഡെൽറ്റ A2, ഡെൽറ്റ A3, ഡെൽറ്റ A4, ഡെൽറ്റ A5 എടുക്കാം. ഡെൽറ്റ A1 കാൽക്കുലേറ്റ് ചെയ്യാൻ 2.544, ഈ 2.544 എന്ത് ചെയ്യും, നമ്മൾ മുമ്പ് കാൽക്കുലേറ്റ് ചെയ്ത മീൻ എറർ ആയിരുന്നു 2.544 എന്ന് പറയുന്നത്, -2.53 ഫസ്റ്റ് മെഷർമെന്റ് which is equal to 0.014. അതാണ് ഡെൽറ്റ A1 എന്നത്. ഇനി ഡെൽറ്റ A2 എന്ന് പറയുന്നത് മീൻ എറർ, that is 2.544 minus second measurement which is equal to 0.084, and delta A3 is equal to 2.544 minus 2.32 which is equal to 2.224. ഈ 2.544 നമ്മളുടെ മീൻ എറർ ആയിരുന്നു. 2.32 എന്ന് പറയുന്നത് തേർഡ് മെഷർമെന്റ്, മീൻ ഡെൽറ്റ A4 എന്ന് പറയുന്നത് മീൻ എറർ മൈനസ് ഫോർത്ത് മെഷർമെന്റ്, ആൻഡ് ഡെൽറ്റ A5 എന്ന് പറയുന്നത് ഫിഫ്ത്ത് മെഷർമെന്റ്. അപ്പൊ നമുക്ക് -0.246 എന്നാണ് കിട്ടുക. ഇനി മീൻ അബ്സല്യൂട്ട് എറർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 5 വാല്യൂ 1, 2, 3, 4, 5 ഈ 5 വാല്യൂ ആഡ് ചെയ്തിട്ട് ഇതാണ് നമ്മളുടെ മീൻ അബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത്, which is equal to 0.118 എന്ന് കിട്ടും. ഇനി നമ്മൾ റിലേറ്റീവ് എറർ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ മീൻ അബ്സല്യൂട്ട് എറർ ഡിവൈഡഡ് ബൈ മീൻ എറർ ആണ്, ദാറ്റ് ഈസ് 0.118 ഡിവൈഡ് ബൈ 2.544. 0.118 എന്ന് പറയുന്നത് മീൻ അബ്സല്യൂട്ട് എറർ ആണ്. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 0.118 എന്ന് പറയുന്നത് ഡിവൈഡ് ബൈ 2.544. നമ്മളുടെ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത മീൻ എറർ ആണ്. ഇസ് ഈക്വൽ ടു 0.046. ഇനി ഇതിനെ പെർസെൻറ്റേജിൽ എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ ഇൻറ്റു 100 ചെയ്താൽ മതി, ദാറ്റ് ഈസ് ഈക്വൽ ടു 4.638%. ഇങ്ങനെയാണ് നമ്മളൊരു എറർ കാൽക്കുലേഷൻ നടത്തുക. ഇനി നെക്സ്റ്റ് എറർ അനാലിസിസ്. സപ്പോസ് നമുക്ക് രണ്ട് മെഷർമെന്റ്സ് ഉണ്ട്, എ ആൻഡ് ബി എന്ന് പറയുന്നത് രണ്ട് മെഷർമെന്റ് ഉണ്ട്. ഇപ്പം എ എന്ന് പറയുന്നത് നമുക്കൊരു പെൻസിലിന്റെ ലെങ്ത് ആയിട്ടും ബി എന്ന് പറയുന്നത് നമുക്കൊരു പേനയുടെ ലെങ്ത് ആയിട്ടും എടുക്കാം. അപ്പൊ ഈ പെൻസിലിന്റെ ലെങ്ത്തും പേനയുടെ ലെങ്ത്തും നമുക്ക് ആഡ് ചെയ്യണം. ഈക്വൽ ടു സെഡ്. സെഡ് എന്ന് പറയുന്നത് നമ്മുടെ പെൻസിലിന്റെ ലെങ്ത്തും പേനയുടെ ലെങ്ത്തും ആഡ് ചെയ്താണെങ്കിൽ സെഡ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി. ഇനി നമ്മൾ ഈ സെഡ് എന്ന് പറഞ്ഞ നമ്മൾ എ എന്ന് പറയുന്ന മെഷർമെന്റ് എടുക്കുമ്പം അവിടെ വന്ന എറർ ആണ് ഡെൽറ്റ എ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ബി എന്ന് പറയുന്ന മെഷർമെന്റ് എടുക്കുമ്പം അവിടെ വന്ന എറർ ആണ് ഡെൽറ്റ ബി എന്ന് പറയുന്നത്. നമ്മൾ എ എന്ന് പറയുന്ന മെഷർമെന്റ് പെൻസിലിന്റെ ലെങ്ത്, ബി എന്ന് പറയുന്ന മെഷർമെന്റ് പേനയുടെ ലെങ്ത്തുമായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ പെൻസിൽ മെഷർ ചെയ്യുമ്പോൾ അവിടെ വന്ന എറർ ആണ് ഡെൽറ്റ എ. ഇനി പേനന്റെ ലെങ്ത് മെഷർ ചെയ്യുമ്പോൾ അവിടെ വന്ന എറർ ആണ് ഡെൽറ്റ ബി എന്ന് പറയുന്നത്. ഇനി ഡെൽറ്റ സെഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് സെഡ് എന്തായിരുന്നു, സെഡ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ആണ്. അതായത് പെൻസിലിന്റെ ലെങ്ത്തും പേനയുടെ ലെങ്ത്തും ആഡ് ചെയ്ത്. അപ്പൊ ഡെൽറ്റ സെഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് മെഷർമെന്റും ആഡ് ചെയ്യുമ്പോൾ അവിടെ വന്ന എറർ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി എന്ന് എടുക്കാം. അതായത് രണ്ട് മെഷർമെന്റ് നമ്മൾ ആഡ് ചെയ്യുമ്പം അതിലുണ്ടാകുന്ന എറർ നമുക്ക് ആഡ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മള് ആഡ് ചെയ്യുന്നതിന് പകരം ഡിവൈഡഡ് ബൈ അല്ലെങ്കിൽ ഡിവിഷൻ ഓർ മൾട്ടിപ്ലിക്കേഷൻ ആണ് നടത്തുന്നതെങ്കിൽ, അതായത് Z is equal to AB ആണെന്നുണ്ടെങ്കിൽ, എ എന്ന് പറയുന്ന മെഷർമെന്റും ബി എന്ന് പറയുന്ന മെഷർമെന്റും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ എറർ നമ്മൾ റിലേറ്റീവ് എറർ ആണ് എടുക്കുക. റിലേറ്റീവ് എറർ കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു, ഡെൽറ്റ സെഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ അബ്സല്യൂട്ട് എറർ ഡിവൈഡഡ് ബൈ സെഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ വിച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എ ഡിവൈഡഡ് ബൈ എ പ്ലസ് ഓർ മൈനസ്, ഒന്നില്ലെങ്കിൽ ആഡ് ചെയ്യുക അല്ലെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്യുക ഡെൽറ്റ ബി ബൈ ബി. ഡെൽറ്റ സെഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ അബ്സല്യൂട്ട് എറർ ഓഫ് സെഡ്, സെഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ എറർ. ഇനി ഡെൽറ്റ എ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ അബ്സല്യൂട്ട് എറർ, എ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ എറർ. ഡെൽറ്റ ബി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ അബ്സല്യൂട്ട് എറർ, ബി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എറർ, മീൻ എറർ. നമുക്ക് ഡെൽറ്റ സെഡ് ബൈ സെഡ് ചെയ്യണമെങ്കിൽ എ എന്ന് പറയുന്ന മെഷർമെന്റിൽ റിലേറ്റീവ് എററിനോട് ആഡ് ചെയ്ത് സബ്സ്ട്രാക്ട് ചെയ്യുമോ,
ഡി ബൈ ബി എന്ന് പറയുന്ന മെഷർമെന്റ് ആഡ് ചെയ്യോ അല്ലെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്താൽ മതി ഡെൽറ്റ സെഡ് ബൈ സെഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ. നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ the radius of a sphere is 5.3 plus or minus 0.1 centimeter. Calculate the percentage error in its volume. അതായത് ഒരു സ്ഫിയറിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 5.3 പ്ലസ് ഓർ മൈനസ് 0.1 സെന്റിമീറ്റർ ആണ്. അപ്പം നമ്മൾ ഈ സ്ഫിയറിന്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൽ എത്രത്തോളം എറർ ഉണ്ടാകും അത് പെർസെൻറ്റേജിൽ എക്സ്പ്രസ് ചെയ്യാനാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഒരു സ്ഫിയറിന്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ ഉണ്ടാ നമ്മൾ 10th പഠിച്ചതാണ്. ഒരു സ്ഫിയറിന്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ ആണ് 4π3 πr³. ഇതാണ് ഒരു സ്ഫിയറിന്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ. ഇതിൽ 4π എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഫിക്സഡ് വാല്യൂ ആണ്. പൈ എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് വാല്യൂ ആണ്. അതിന്റെ വാല്യൂ നമുക്കറിയാം. ഇതിൽ റേഡിയസ് മാത്രമാണ് നമ്മൾ എന്താക്കുന്നത് മെഷർ ചെയ്യുന്നത്. ഈ റേഡിയസ് മെഷർ ചെയ്യുമ്പോൾ എത്രത്തോളം എറർ ഉണ്ടാവും നമുക്കോട് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 5.3 പ്ലസ് ഓർ മൈനസ് 0.1. ഇതില് 5.3 എന്ന് പറയുന്നത് മീൻ എററും 0.1 എന്ന് പറയുന്നത് മീൻ അബ്സല്യൂട്ട് എററും ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ മെഷർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റേഡിയസ് മെഷർ ചെയ്യുമ്പോൾ r³ ആണ് അല്ലെ. 3 വട്ടം നമ്മൾ എന്താക്കുന്നുണ്ട് റേഡിയസിനെ മെഷർ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ഇനി നമ്മൾ ഇതിന്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വരാവുന്ന എറർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെൽറ്റ വി ബൈ വി എടുക്കാം. വോളിയം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിലേറ്റീവ് എററിനെ നമുക്ക് ഡെൽറ്റ വി ബൈ വി എന്നെടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു റേഡിയസ് നമ്മൾ 3 വട്ടം മെഷർ ചെയ്യുന്നുണ്ട്. 3 ഇൻറ്റു ഡെൽറ്റ ആർ ബൈ ആർ ആയിരിക്കും. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു ഡെൽറ്റ ആർ എന്താ മീൻ അബ്സല്യൂട്ട് എറർ. അതാണ് 0.1 എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 0.1 ഡിവൈഡഡ് ബൈ ആർ എന്താ മീൻ എറർ. അതാണ് 5.3 എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 0.1 ഡിവൈഡ് ബൈ 5.3 വിച്ച് ഈസ് ഈക്വൽ ടു 5.7. ഇനി നമ്മളോട് ഇതിനെ പെർസെൻറ്റേജിൽ എക്സ്പ്രസ് ചെയ്യാനാ പറഞ്ഞത്. നമ്മൾ പെർസെൻറ്റേജിൽ എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ എന്താക്കണം 5.7 ഇൻറ്റു 100 ചെയ്താൽ മതി. വിച്ച് ഈസ് ഈക്വൽ ടു 57%. അപ്പം നമുക്ക് ഒരു സ്ഫിയറിന്റെ റേഡിയസ് തന്നിട്ടുണ്ട്. അതിന്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഉണ്ടാകുന്ന എറർ പെർസെൻറ്റേജിൽ നമ്മളോട് എക്സ്പ്രസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ആദ്യം വോളിയം കാണാനുള്ള ഇക്വേഷൻ എഴുതി. ഒരു സ്ഫിയറിന്റെ വോളിയം വെച്ചിട്ടുണ്ടെങ്കിൽ 4/3 πr³ ആണ്. അതിൽ r മാത്രം റേഡിയസ് മാത്രമാണ് നമ്മൾ മെഷർ ചെയ്യുന്ന വാല്യൂ. ഈ റേഡിയസ് നമ്മൾ 3 വട്ടം മെഷർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വോളിയം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിലേറ്റീവ് എറർ ഡെൽറ്റ വി ബൈ വി ആണ് റിലേറ്റീവ് എറർ. വിച്ച് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു റിലേറ്റീവ് എറർ ഇൻ റേഡിയസ്. ഇതിൽ ഡെൽറ്റ ആർ എന്ന് പറയുന്നത് 0.1 ആണ്. അതിന്റെ ആർ എന്ന് പറയുന്നത് 5.3 ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു 5.7 ഇൻറ്റു 100 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ പെർസെൻറ്റേജിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ എറർ കോമ്പിനേഷൻ ഓഫ് എറർ കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ്. നമുക്കിവിടെ കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പം 1.877. ഇതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? ഇതിൽ എത്ര ഡിജിറ്റ്സ് ഉണ്ട്? 1877. 4 ഡിജിറ്റ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. ഇനി ഇവിടെയാണെങ്കിലോ എത്ര ഡിജിറ്റ്സ് ഉണ്ട്? 1 2 3 4 5 6. അപ്പൊ ഇവിടെ 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. ഇനി ഇവിടെയാണെങ്കിലോ 5 ഡിജിറ്റ്സ് ഉണ്ട്. അപ്പൊ ഇവിടെ 5 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. ഇനി ഇവിടെയാണെങ്കിലോ ഇവിടെ 0.754 ആണ്. ഇവിടെ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? ഇവിടെ 0.754 ആണ്. ഇവിടെ ആകെ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉള്ളു. ഏതൊക്കെയാ? 7ഉം 5ഉം 4ഉം. അതായത് നമ്മുടെ ഒരു നമ്പേഴ്സിന്റെ മുമ്പ് വരുന്ന സീറോനെ നമ്മൾ എന്താക്കിയിരിക്കുക
കൺസിഡർ ചെയ്യൂല, ഒരു സിഗ്നിഫിക്കന്റ് ഫിഗർ ആയിട്ട് കൺസിഡർ ചെയ്യൂല. അതായത് ഒരു നമ്പറിന്റെ ശേഷം സീറോ, ഇവിടെ കണ്ടോ 400 എന്ന് വന്നപ്പം അത് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു നമ്പർ ഒരു ഡിജിറ്റ്സ് എഴുതിയിട്ട് അതിന്റെ ശേഷമാണ് സീറോ വരുന്നതെങ്കിൽ നമ്മൾ അതിനൊരു സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യും. പക്ഷേ ഒരു നമ്പറിന്റെ മുമ്പാണ് സീറോ വരുന്നതെങ്കിൽ നമ്മൾ അതിനെ സിഗ്നിഫിക്കന്റ് ഫിഗർ ആയിട്ട് കൺസിഡർ ചെയ്യില്ല. അപ്പം ഇവിടെ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്? 3 സിഗ്നിഫിക്കന്റ് ഫിഗറേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇവിടെയോ 0.0754, ഇവിടെയും ഈ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സേ ഉള്ളൂ. അതായത് 7ന്റെ മുമ്പാണ് ഇവിടെ 2 സീറോസ് വന്നത്. അതുകൊണ്ട് നമ്മൾ അതിനെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യില്ല. ഇനി നെക്സ്റ്റ് 0.000754 ആണെങ്കിലും ഇവിടെയും 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സേ ഉള്ളൂ. ഈ സീറോസ് നമ്മൾ എന്താക്കില്ല, സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യില്ല. ഇനി നമുക്കൊരു നമ്പർ കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഒരു വലിയ നമ്പേഴ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിനെ എങ്ങനെ റൗണ്ട് ഓഫ് ചെയ്യാം? ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ 1.489 ഇങ്ങനെ ഒരു നമ്പർ ഉണ്ട്. ഇത് നമുക്ക് 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് മതി, അല്ലെങ്കിൽ 3 ഡിജിറ്റ്സ് മതി. അതിന് നമ്മൾ എങ്ങനെ റൗണ്ട് ഓഫ് ചെയ്യും? which is equal to 1.4. നമുക്ക് 9 വേണ്ട, 8 വരെ മതി. അപ്പൊ നമുക്ക് ഈ 9നെ ഒഴിവാക്കണം. ഈ 9 നമുക്ക് അങ്ങനെ വെറുതെ ഒഴിവാക്കി കളയാൻ പറ്റില്ല. നമ്മളിപ്പോ 9 എന്ന് പറയുന്നത് 5ന്റെ മേലെയുള്ള ഒരു ഡിജിറ്റ് ആണ്. അപ്പൊ ഈ 9നെ ഒഴിവാക്കുമ്പം ഇപ്പുറത്തെ ഡിജിറ്റ്സിനെ ഒന്ന് കൂട്ടണം. അതായത് 1.49 എന്ന് പറയും. 1.489നെ നമുക്ക് 2 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് മതി റൗണ്ട് ഓഫ് ചെയ്യണമെങ്കിൽ. നമുക്ക് ഈ 9നെ ഒഴിവാക്കിയാൽ മതി. ഈ 9 എന്ന് പറയുന്നത് 5ന്റെ മേലുള്ള ഒരു ഡിജിറ്റ്സ് ആണ്. അപ്പൊ ഈ 9നെ ഒഴിവാക്കുമ്പോൾ നമുക്ക് ഈ 8 എന്താക്കണം, ഒന്ന് കൂട്ടി കൊടുക്കണം. 8നോട് ഒന്ന് കൂട്ടിയിട്ടുണ്ടെങ്കിൽ 9, which is equal to 1.49. അപ്പൊ നമുക്ക് ഇവിടെ ഇപ്പൊ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉള്ളൂ? ഈ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉള്ളൂ. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 2.476, ഇത് നമുക്കൊരു 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് അല്ലെങ്കിൽ 3 ഡിജിറ്റ്സ് ആയിട്ട് റൗണ്ട് ഓഫ് ചെയ്യണം. എങ്ങനെ നമ്മൾ ചെയ്യാം? 2.4, ഈ 6നെ ഒഴിവാക്കണം അല്ലേ? 6 എന്ന് പറയുന്നത് 5ന്റെ മേലെ വരുന്ന ഒരു ഡിജിറ്റ്സ് ആണ്. അപ്പൊ 6നെ ഒഴിവാക്കണമെങ്കിൽ 7നോട് ഒന്ന് കൂട്ടണം, which is equal to 2.48. അതായത് നമ്മളൊരു നമ്പർ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ആ നമ്പർ അല്ലെങ്കിൽ ആ ഡിജിറ്റ്സ് 5ന്റെ മേലെയാണ് വരുന്നതെങ്കിൽ മുമ്പത്തെ നമ്പർ ഒന്ന് ഇൻക്രീസ് ചെയ്യണം. ഇനി നമുക്കിപ്പോ 2.472 ആയിരുന്നെങ്കിലോ? 2നെ നമുക്ക് ഒഴിവാക്കണം. നമുക്ക് 3 ഡിജിറ്റ്സ് മതി. 2.47 വരെ മതി, 2 വേണ്ട. 2 എന്ന് പറയുന്നത് 5ന്റെ താഴെ വരുന്ന ഒരു ഡിജിറ്റ് ആണ്. അപ്പൊ നമ്മൾ എന്താക്കേണ്ട ആവശ്യമില്ല, 7നെ ഇൻക്രീസ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ തൊട്ട് മുമ്പത്തെ നമ്പറിനെ ഡിജിറ്റ്സിനെ ഇൻക്രീസ് ചെയ്യോ ഡിക്രീസ് ചെയ്യോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് ഈ 2 ഒഴിവാക്കിയിട്ട് ബാക്കി എഴുതി കൊടുത്താൽ മതി റൗണ്ട് ഓഫ് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ 2.480 ആണെങ്കിൽ നമുക്ക് ഇതിനെ ഒഴിവാക്കണം. 3 ഡിജിറ്റ്സ് മതിയെങ്കിൽ 0.48 എഴുതിയാൽ മതി. അതായത് 3 എന്ന് പറയുന്നത് 5ന്റെ താഴെ വരുന്ന ഒരു നമ്പർ ആണ്. അപ്പൊ നമ്മൾ 5ന്റെ താഴെ വരുന്ന ഒരു നമ്പറിനെ ഒഴിവാക്കണമെങ്കിൽ തൊട്ട് മുമ്പത്തെ ഡിജിറ്റ്സ് ഇൻക്രീസ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ 5ന്റെ മേലെയാണ് ഡിജിറ്റ്സ് വരുന്നതെങ്കിൽ, ഒഴിവാക്കേണ്ട ഡിജിറ്റ്സ് 5ന്റെ മേലെയാണ് വരുന്നതെങ്കിൽ തൊട്ട് മുമ്പത്തെ ഡിജിറ്റ്സ് ഒന്ന് ആഡ് ചെയ്തിട്ട് വേണം റൗണ്ട് ഓഫ് ചെയ്യാൻ. ഇനി 5 ആണെങ്കിലോ? ഫോർ എക്സാമ്പിൾ 2.485 ആണെങ്കിലോ? 2.485, ഇവിടെ 5 ആണല്ലേ വന്നത്. 5 വരുമ്പം തൊട്ട് മുമ്പത്തെ ഡിജിറ്റ്സ് ഏതാ നോക്കുക. ഈ 8 എന്ന് പറഞ്ഞ ഈവൻ നമ്പർ അല്ലേ? ഈവൻ നമ്പർ ആണെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അത് അതേപോലെ എഴുതിയാൽ മതി, 2.48. ഇനിയിപ്പോ ഓഡ് ആയിരുന്നെങ്കിലോ വന്നത്? 2.475 ആണ് വന്നതെങ്കിലോ? ഇവിടെ 5ന്റെ മുമ്പ് 7 ആണ്. 7 എന്ന് പറയുന്നത് ഒരു ഓഡാണ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ നമ്പറിനെ ഒന്ന് ഇൻക്രീസ് ചെയ്യണം, അതായത് ഒന്ന് കൂട്ടണം. അപ്പം 2.48. ഇതാണ് റൗണ്ട് ഓഫ് ചെയ്യാനുള്ള റൂൾസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അതായത്
നമുക്ക് ഒഴിവാക്കേണ്ട നമ്പർ 5ന്റെ മുകളിലാണെങ്കിൽ തൊട്ട് മുമ്പത്തെ ഡിജിറ്റ്സ് 1 കൂട്ടണം. ഇനി 5ന്റെ താഴെയാണ് നമുക്ക് ഒഴിവാക്കേണ്ട നമ്പർ വരുന്നതെങ്കിൽ തൊട്ട് മുമ്പത്തെ ഡിജിറ്റ്സിന് ഒന്നും ചെയ്യണ്ട, അങ്ങനെ എഴുതിയാൽ മതി. ആ ഒഴിവാക്കേണ്ട ഡിജിറ്റ്സ് ഒഴിവാക്കി കളയാം. ഇനി 5 ആണെങ്കിൽ നമുക്ക് ഒഴിവാക്കേണ്ട ഡിജിറ്റ്സ് 5 ആണ് വരുന്നതെങ്കിൽ 5ന്റെ തൊട്ട് മുമ്പത്തെ ഡിജിറ്റ്സ് ഈവൻ ആണെങ്കിൽ ഒന്ന് ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങനെ എഴുതിയാൽ മതി. ഇനി 5ന്റെ തൊട്ട് മുമ്പത്തെ ഡിജിറ്റ്സ് ഓഡ് ആണെങ്കിൽ ഒന്ന് കൂട്ടി എഴുതണം. അതായത് 2.47 2.48 ആക്കി മാറ്റണം. ഇതാണ് റൗണ്ട് ഓഫ് ചെയ്യാനുള്ള റൂൾസ് എന്ന് പറയുന്നത്. അഡീഷൻ ഓർ സബ്സ്ട്രാക്ഷൻ ചെയ്യണം. അതായത് 3.46 പ്ലസ് 5.927 പ്ലസ് 16.48 പ്ലസ് 40.390 എന്നുള്ളൊരു അഡീഷൻ ചെയ്യാണ്. ഇതിൽ ഫസ്റ്റത്തെ നമ്പറിൽ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ 3 ഡിജിറ്റ്സ് ഉണ്ട്. സെക്കൻഡ് നമ്പറിൽ 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. തേർഡ് നമ്പറിൽ 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. ഫോർത്ത് നമ്പറിൽ 5 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. ഇനി നമ്മൾ ഈ 4 ഡിജിറ്റ്സും അല്ലെങ്കിൽ 4 ടേംസും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 40.257 എന്നാണ് കിട്ടുക. നമുക്ക് എന്ത് മതി? 4 ഡിജിറ്റ്സ് മതി ഇതില്. ഈ 7 നമുക്ക് എന്താക്കണം? ഒഴിവാക്കണം. നമ്മള് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൽ അഡീഷൻ അല്ലെങ്കിൽ സബ്സ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ 3.46 പ്ലസ് 5.927 പ്ലസ് 16.48 പ്ലസ് 40.390 is equal to 40.257. അതായത് ഈ 4 ഡിജിറ്റ്സും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 40.257 ആണ് കിട്ടുന്നത്. ഫസ്റ്റത്തെ നമ്പറിലെ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ടായിരുന്നു. രണ്ടാമത്തെ നമ്പറിൽ 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ടായിരുന്നു. മൂന്നാമത്തെ നമ്പറിലും 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ടായിരുന്നു. അഞ്ചാമത്തെ നമ്പറിൽ 5 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. പക്ഷെ നമ്മളിവിടെ ആഡ് ചെയ്യുമ്പം ഏറ്റവും കുറവ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് അല്ലെങ്കിൽ ഡെസിമൽ കഴിഞ്ഞിട്ട് ഏറ്റവും കുറഞ്ഞ നമ്പർ എവിടെയാ വരുന്നത്? അപ്പം ഇവിടെ ഡെസിമൽ കഴിഞ്ഞിട്ട് 2 നമ്പേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ 2 ഡിജിറ്റ്സ് ഉണ്ട്. ഇവിടെ ഡെസിമൽ കഴിഞ്ഞിട്ട് 3 ഡിജിറ്റ്സ് ഉണ്ട്. ഇവിടെ ഡെസിമൽ കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ്സ് ഉണ്ട്. ഇവിടെ ഡെസിമൽ കഴിഞ്ഞിട്ട് 3 ഡിജിറ്റ്സ് ഉണ്ട്. അതായത് ഡെസിമൽ കഴിഞ്ഞിട്ട് ഏറ്റവും കുറവ് ഡിജിറ്റ്സ് വരുന്നത് 2 ഡിജിറ്റ്സ് ആണ്. അപ്പൊ നമ്മളുടെ ആൻസറിൽ എന്ത് മതി? ഡെസിമൽ കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ്സ് മതി. അപ്പൊ നമുക്ക് 40.25 വരെ മതി. 7 വേണ്ട, 7നെ ഒഴിവാക്കണം. പക്ഷെ 7 എന്ന് പറയുന്നത് 5ന്റെ മേലെയുള്ള ഡിജിറ്റ്സ് ആയതുകൊണ്ട് ഈ തൊട്ട് മുമ്പത്തെ നമ്പർ ഒന്ന് ആഡ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 40.26 കിട്ടും. അതാണ് അഡീഷന്റെ റൂള്. സെയിം റൂൾ തന്നെയാണ് സബ്സ്ട്രാക്ഷനിൽ വരുന്നത്. അതായത് ഇവിടെ 0.307 മൈനസ് 0.12 ചെയ്യാണ്. ഇവിടെ ഡെസിമൽ കഴിഞ്ഞിട്ട് 3 ഡിജിറ്റ്സ് ഉണ്ട്. ഇവിടെ ഡെസിമൽ കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ്സ് ഉണ്ട്. അപ്പൊ ഇവിടെ മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 0.187 കിട്ടും. പക്ഷെ ആൻസറിൽ എന്ത് മതി? ഡെസിമലിന് കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ്സ് മതി. അതായത് ഏറ്റവും കുറവ് ഡെസിമൽ കഴിഞ്ഞിട്ട് കുറവ് ഡിജിറ്റ്സ് എത്രയാണോ അത്ര മതി നമ്മളുടെ ആൻസറിൽ. അപ്പൊ നമുക്ക് ഈ 7 ഒഴിവാക്കണം. 7 എന്ന് പറയുന്നത് 5ന്റെ മേലെയുള്ള ഡിജിറ്റ്സ് ആണ്. അപ്പൊ നമുക്ക് 7 ഒഴിവാക്കുമ്പോൾ 8നോട് 1 കൂട്ടണം. അപ്പൊ നമുക്ക് 0.19 കിട്ടും. ഇനി നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷനിലേക്ക് വരികയാണെങ്കിൽ, അഡിഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്തത്? ഡെസിമൽ കഴിഞ്ഞിട്ട് ഏറ്റവും കുറഞ്ഞ ഡിജിറ്റ്സ് എവിടെയാ വരുന്നത് നോക്കി. പക്ഷെ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ വരുമ്പോൾ ഏറ്റവും കുറവ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എവിടെയാ വരുന്നത് എന്നാണ് നോക്കേണ്ടത്. അതായത് 3.8 into 0.125 ചെയ്യുമ്പോൾ ഫസ്റ്റത്തേല് 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്, രണ്ടാമത്തേല് 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മളുടെ ആൻസറിൽ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് മതി. അതായത് 0.475 ആണ് നമ്മുടെ ആൻസർ. അതിന് 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് മതി. നമുക്ക് 5നെ ഒഴിവാക്കിയിട്ട് 0.47 വരെ മതി. പക്ഷെ 5ന്റെ മുമ്പ് ഇവിടെ ഓഡ് നമ്പർ ആണ് വന്നത്. ഓഡ് നമ്പർ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ 7ന്റെ കൂടെ 1 കൂട്ടണം. അപ്പൊ നമുക്ക് 0.48 കിട്ടി. ഇനി അതേപോലെ തന്നെ 4.237 ഡിവൈഡ് ബൈ 2.51 ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഫസ്റ്റ് നമ്പറിൽ 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. രണ്ടാമത്തെ നമ്പറിൽ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സേ ഉള്ളൂ. അപ്പൊ നമുക്ക് ആൻസറിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് മതി? 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് മതി. അതായത് 1.68 വരെ മതി. പക്ഷെ 8ന്റെ
ഇപ്പുറത്തെ നമ്പർ എന്ന് പറയുന്നത് 8 ആണ്. ഈ 8നെ ഒഴിവാക്കുമ്പോൾ 8നോട് 1 കൂട്ടണം. 1.69 ആൻസർ കിട്ടും. നമ്മൾ ഇവിടുന്നേ റൗണ്ട് ഓഫ് ചെയ്തിട്ട് വരണം കേട്ടോ. 9നെ ഒഴിവാക്കുമ്പോൾ ഇവിടെ എത്രയാവും? 1 ആകും. 1നെ ഒഴിവാക്കുമ്പോൾ ഇവിടെ 8 തന്നെ ആയിരിക്കും. 8നെ ഒഴിവാക്കുമ്പോൾ ഇവിടെ 0 തന്നെ ആയിരിക്കും. 0നെ ഒഴിവാക്കുമ്പോൾ ഇവിടെ 8 തന്നെ ആയിരിക്കും. 8നെ ഒഴിവാക്കുമ്പോൾ അഗൈൻ ഇവിടെ 9 കിട്ടും. അങ്ങനെയാണ് 1.69 കിട്ടുന്നത്. അതായത് അഡിഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ ഡെസിമൽ കഴിഞ്ഞിട്ട് ഏറ്റവും കുറഞ്ഞ ഡെസിമൽ നമ്പേഴ്സ് എവിടെയാണോ കിട്ടുന്നത് അത്ര ഡെസിമൽ നമ്പേഴ്സ് മതി നമ്മളുടെ ആൻസറില്. പക്ഷെ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ചെയ്യുമ്പം എത്ര കുറഞ്ഞ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എവിടെയാണോ വരുന്നത് അത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് മതി നമ്മളുടെ ആൻസറില്. പക്ഷെ ആൻസറിൽ അങ്ങനെ റൗണ്ട് ഓഫ് ചെയ്യുമ്പം 5ന്റെ മേലെയാണ് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്ത് കളയുന്നെങ്കിൽ തൊട്ട് മുമ്പത്തെ ഡിജിറ്റ്സ് 1 ആഡ് ചെയ്യണം. 5ന്റെ താഴെയാണ് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യുന്നെങ്കിൽ ഒന്നും ചെയ്യേണ്ടത് ആവശ്യമില്ല. ആ ഡിജിറ്റ്സിനെ അങ്ങനെ ലീവ് ചെയ്താൽ മതി. പക്ഷെ 5 ആണ് വരുന്നതെങ്കിൽ തൊട്ട് മുമ്പത്തെ ഡിജിറ്റ്സ് ഈവൻ ആണെങ്കിൽ അങ്ങനെ ലീവ് ചെയ്യുക. ബട്ട് ഓഡ് ആണെങ്കിൽ 1 ആഡ് ചെയ്യുക. ഇതാണ് അഡീഷനും സബ്സ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷൻ ഒക്കെ വരുമ്പോൾ